ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ നടത്തിവരുന്ന പൊതിച്ചോർ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദം ചൂടുപിടിക്കുന്നു. ആശുപത്രികളിൽ കൊടികളും ബാനറുകളും ഉപയോഗിച്ച് പൊതിച്ചോർ വിതരണം അംഗീകരിക്കില്ലെന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിലപാട്. കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ ഭക്ഷണം കൊടുക്കുമെന്നും ആശുപത്രികളിൽ സംഘടനകളുടെ ഭക്ഷണ വിതരണം വേണ്ടെന്നും കെ മുരളീധരൻ ആവർത്തിച്ചു. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, ഡിവൈഎഫ്ഐക്കല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടിയിൽ. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് വേണമെങ്കിൽ രാഷ്ട്രീയത്തെ സഹായിച്ച പ്രശ്നമുണ്ടോ? ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ. ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. കുഴപ്പമുണ്ട്. ഗോപാൽ ശീല സനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, UDFന്റെ നയം ഇതാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് മന്ത്രി ആവർത്തിക്കുകയാണ്. അങ്ങനെ ആശുപത്രിക്കകത്ത് ഒരു തരത്തിലുള്ള പൊതിച്ചോറോ മറ്റെന്തെങ്കിലും വിതരണമോ വേണ്ട എന്നുള്ളത് അതിപ്പോ ഏത് സന്നദ്ധ സംഘടനകൾക്കും ബാധകമായിരിക്കും എന്നുള്ളത് മന്ത്രി പറയുകയാണ്. ചോദ്യങ്ങൾ ഒരുപാട് ഉയരുകയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ആളുകളെ ഇത്രയധികം സഹായിച്ചിട്ടുള്ള ഒരു പദ്ധതിയിൽ എന്തിനാണ് രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കുന്നത്? അല്ലെങ്കിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നടത്തുന്ന പൊതിച്ചോർ വിതരണം, അതിപ്പോ ഡിവൈഎഫ്ഐ ആയാലും സേവാഭാരതി ആയാലും ഒക്കെ വർഷങ്ങളായി നടത്തിക്കൊണ്ടു പോരുന്ന ഒരു പദ്ധതിയിൽ ഇത്തരം കല്ലുകടി ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് സർക്കാരിനെതിരെ വലിയ ചോദ്യം ഉയരുന്ന ഘട്ടത്തിലും ആരോഗ്യ വകുപ്പ്, ആരോഗ്യമന്ത്രി കടുത്ത നിലപാടെടുക്കുന്നു. അതെ റോഷി, തീർച്ചയായിട്ടും കടുംപിടുത്തം എന്നും പറഞ്ഞാലൊന്നും പോരാ. ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഷാർപ്പായിട്ടുള്ള നിലപാടാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു സന്നദ്ധ സംഘടനയും അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോഴും അത് ലക്ഷ്യം വെക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഹൃദയസ്പർശം എന്ന ചോർപൊതി വിതരണത്തെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചപ്പോൾ കെ മുരളീധരൻ പറഞ്ഞു അവിടെ ചുറ്റുമതിലുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്, ഉള്ളിലേക്ക് ആളുകൾ കടന്നു കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജിന് ഉള്ളിൽ കൊടികളും തോരണങ്ങളും ബാനറുകളും വെച്ചുകൊണ്ട് ഈ ഇത്തരത്തിൽ ചോറ് പൊതികൾ വിതരണം ചെയ്യുന്നത് അംഗീകരിച്ച് നൽകാൻ കഴിയില്ല. സാമൂഹ്യ സേവനം എന്നാൽ അത് ഇങ്ങനെയല്ല നടത്തേണ്ടത്, രാഷ്ട്രീയ പ്രവർത്തനമായിട്ടല്ല നടത്തേണ്ടത്. പകരം സന്നദ്ധ സംഘടനകൾ എന്ന രീതിയിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങിത്തരാം. ആ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി ഏത് സന്നദ്ധ സംഘടനയ്ക്കും ഇത്തരത്തിൽ ചോറ് പൊതി അല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യാം. അത് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി സർക്കാർ സംവിധാനം വഴി സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തും. അല്ലാതെ ഡിവൈഎഫ്ഐ അല്ല, ഇനി ആര് വന്നാലും ഹൃദയസ്പർശം അത് എത്ര വർഷം പഴക്കമുള്ള പദ്ധതിയാണെങ്കിലും എന്ത് തരത്തിലേക്കുള്ള എതിർപ്പ് എവിടെ നിന്ന് ഉയർന്നാലും താൻ അതിൽ വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിൽ അദ്ദേഹം മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇന്നും അതേ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ഉയരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. പക്ഷേ ആ ബോധ്യം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഇത് UDF സർക്കാരിൻ്റെ നയമാണ്, തീരുമാനമാണ്. UDF സർക്കാർ പറയുന്നത് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയാണ് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഈ കാര്യത്തെ ഉപയോഗിക്കുന്നത് എന്നത് പറയാതെ പറയുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ഇനി മെഡിക്കൽ കോളേജ് വളപ്പിൽ അനുവദിക്കാൻ കഴിയുകയില്ല. സർക്കാരിനാണ്, മന്ത്രിക്കാണ് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയുടെയും ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും പൂർണ്ണ അധികാരമുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിന് ഡിവൈഎഫ്ഐക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവർ എതിർപ്പുന്നയിച്ചോട്ടെ, അതിനൊന്നും ഇവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല. ഇനി പരിഗണിക്കാനും പോകുന്നില്ല. കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങും. കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനോടൊപ്പം ആദ്യം ആലപ്പുഴ ജില്ലയിൽ മാത്രം ഇത് നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും ഇപ്പോൾ അദ്ദേഹം അത് മറ്റ് ജില്ലകളിൽ കൂടിയാലോചിച്ച് മറ്റ് മേഖലകളുമായി കൂടിയാലോചിച്ച് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ പോരല്ലെങ്കിൽ രാഷ്ട്രീയ തർക്കത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ തർക്കത്തിൽ മേൽക്കൈ ഡിവൈഎഫ്ഐക്കും ഇടതുപക്ഷത്തിനുമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഏത് പദ്ധതി എടുത്താലും ഏത് പരിപാടി എടുത്താലും ക്യാമ്പയിൻ എടുത്താലും എല്ലാ കാലവും ഡിവൈഎഫ്ഐക്ക് മേന്മ മാത്രം പറഞ്ഞു നൽകിയിട്ടുള്ള, എല്ലാവരും അഭിനന്ദിക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ഹൃദയസ്പർശം എന്നുള്ളത്. സാധാരണക്കാർക്കുള്ള അന്നം നൽകുന്ന പദ്ധതി. സാധാരണക്കാരിൽ സാധാരണക്കാരായ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന മനുഷ്യർ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും സർക്കാർ ആശുപത്രികളിലും വന്ന് ക്യൂ നിൽക്കുമ്പോൾ അവർക്ക് ഒരു നേരത്തെ അന്നമൊരുക്കാൻ സാധിക്കുന്നു. ഇതുവരെ 1,75,00,000 പൊതി തിരുവനന്തപുരം ജില്ലയിൽ മാത്രം വിതരണം ചെയ്തു എന്നതാണ് ഡിവൈഎഫ്ഐയുടെ
ഡിവൈഎഫ്ഐയുടെ അവകാശവാദം. അത്തരത്തിൽ സംസ്ഥാനത്തുടനീളം എണ്ണിയാലൊടുങ്ങാത്ത പൊതിച്ചോറുകൾ, ഭക്ഷണമാണ് ഇതുവരെ ഡിവൈഎഫ്ഐ വിതരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ പിന്തുണ ഈ വിഷയത്തിൽ ഇതുവരെയും ഡിവൈഎഫ്ഐക്ക് തന്നെയാണ്. ഡിവൈഎഫ്ഐ എതിർപ്പുന്നയിക്കും, എന്ത് സംഭവിച്ചാലും അവർ ആ വിതരണം ചെയ്യുമെന്ന് തന്നെ അവർ ഒരു വശത്ത് ആഞ്ഞടിക്കുമ്പോൾ, മറുവശത്ത് ഇവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ല, ഇവിടെ ഒരു തരത്തിലേക്ക് അനുവാദവും നൽകാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ച് താക്കീത് നൽകുകയാണ് ആരോഗ്യമന്ത്രി. യെസ്, ഗോപാൽ ശിലാസനലാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.